അവിടെ തേടി പിടിച്ച് ആ വീട്ടിലെത്തിയപ്പോൾ ഇറങ്ങി വന്ന വിൽസനോട് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് എൻ്റെ വലിയ സുഹൃത്തായിരുന്നു എന്നാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ പിതാവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വിൽസൺ വളരെ അത്ഭുതം തോന്നി. പെരിയാർ കാടുകളുടെ സംരക്ഷകനായിരുന്ന താടിക്കണ്ണൻ അഥവാ വാച്ചർ കണ്ണൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. ഇദ്ദേഹത്തെ പോലെയുള്ള നൂറുകണക്കിന് അൺനോൺ ഹീറോസാണ് നമ്മുടെ സമൂഹത്തിൽ ആരാലും ഓർക്കപ്പെടാതെ കടന്നുപോയത്. പ്രിയപ്പെട്ട സുഹൃത്ത് മനോജ് പി ചെറിയാൻ പെരിയാർ കാടുകളുടെ സംരക്ഷകനായിരുന്ന താടിക്കണ്ണനെ അനുസ്മരിക്കുന്നു. ഇതിൽ ഓർത്തെടുക്കാവുന്ന രസകരമായ ചില അനുഭവങ്ങൾ, ഒന്ന് ഈ വലിയ യാത്രക്കാരുടെയും അല്ലെങ്കിൽ വന്യജീവി ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും വനംവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ അനുഭവങ്ങൾ പുസ്തകങ്ങളോടൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് എന്നെ സ്പർശിച്ച ഒരു കാര്യം, ഒരു സംഭവം, ഈ ഉൾക്കാട്ടിലെ താന്നിക്കുടിയിൽ നിന്ന് തേക്കടി തടാകത്തിലൂടെ ബോട്ട് ലാൻഡിംഗ് സ്റ്റേഷനിലേക്ക് വരുന്ന വഴിയോ അല്ലെ രാത്രി കാലങ്ങളിൽ ബോട്ട് ഓടിക്കുമ്പോഴൊക്കെ തേക്കടി തടാകത്തിൽ, പെരിയാർ തടാകത്തിലുള്ള മരക്കുറ്റികളിൽ, ഈവൻ ബോട്ടിന് ലൈറ്റ് ഇല്ലാത്തപ്പോൾ പോലും ഒരു മരക്കുറ്റിയിലും ഇടിക്കാതെ ബോട്ട് ഓടിക്കാനുള്ള അസാമാന്യ കഴിവ് കണ്ണനുണ്ടായിരുന്നു. എങ്ങനെ ഇങ്ങനെ ഓടിക്കാൻ സാധിക്കും? ഹൗ ക്യാൻ നാവിഗേറ്റ് ത്രൂ ദീസ് വുഡ് സ്റ്റംപ്സ് എന്ന് ചോദിച്ചപ്പോൾ വളരെ രസകരമായ മറുപടിയാണ് കണ്ണൻ പറഞ്ഞത്. ഐ ആം നോട്ട് ലുക്കിംഗ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റംപ്. തൊട്ടടുത്ത മരക്കുറ്റി നോക്കിയല്ല ഞാൻ ഓടിക്കുന്നത്. ഐ ആം ലുക്കിംഗ് അറ്റ് ദ മൗണ്ടൻസ്, ഫാർ അവേ മൗണ്ടൻസ് ഫോർ നാവിഗേഷൻ. അകലെയുള്ള കുന്നുകളെ നോക്കിയാണ് ഞാൻ ബോട്ട് ഓടിക്കുന്നത് എന്ന് പറഞ്ഞ കണ്ണൻ മറ്റൊരു തരത്തിലും കണ്ണൻ ഉത്തരം പറഞ്ഞായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. എത്ര രാത്രിയാണെങ്കിലും സാർ ഇരുട്ടല്ലേ തടാകത്തിൽ, അതുകൊണ്ട് കുറ്റി കാണത്തില്ലല്ലോ, അതുകൊണ്ട് കുറ്റി നോക്കാതെ ഓടിക്കാമല്ലോ എന്ന് കണ്ണൻ പറഞ്ഞ മറുപടി ഇപ്പോൾ ഓർത്തു പോവുകയാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം അദ്ദേഹം ജീവനോടിരിക്കുന്ന കാലത്ത് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും എനിക്കത് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ പെരിയാർ ടൈഗർ റിസർവിലെ വാച്ചറാണ്. മകൻ്റെ പേര് വിൽസൺ എന്നാണ്. ഒരു ദിവസം എനിക്ക് കണ്ണൻ്റെ വീട് മന്നാൻകുടി കോളനിയിലുള്ള തേക്കടിയിലെ മന്നാൻകുടി കോളനിയിലെ കണ്ണൻ്റെ വീട്ടിൽ പോകുന്നതിന് ഒരവസരമുണ്ടായി. അത് ജീവിതത്തിലെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അവിടെ തേടി പിടിച്ച് ആ വീട്ടിലെത്തിയപ്പോൾ ഇറങ്ങി വന്ന വിൽസനോട് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ പിതാവ് എൻ്റെ വലിയ സുഹൃത്തായിരുന്നു എന്നാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ പിതാവിനെ അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ വിൽസൺ വളരെ അത്ഭുതം തോന്നി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിയുവാൻ ഒത്തിരി പേരെ ഇടപഴകുവാനും സ്നേഹിക്കുവാനും എന്നേ നമ്മൾ അവരുടെ പരിചയക്കാരായി മാറണമെന്ന് നമ്മൾ അതിയായി ആഗ്രഹിക്കുമ്പോഴും ഒരുപക്ഷെ നമുക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കാതെ വരും. അങ്ങനെ ജീവിതത്തിൽ പരിചയപ്പെടാൻ സാധിക്കാതെ വന്നു എന്ന വിഷമം ഉള്ളിൽ എനിക്കിപ്പോഴുമുണ്ട്. എന്നിരുന്നാലും ഞാൻ അന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെ അച്ഛൻ്റെ ഓർമ്മകളെ തേടി വന്ന എന്നെ വിൽസൺ വന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ ഒരു ചടങ്ങ് നടക്കുന്ന സമയമാണെങ്കിൽ പോലും താടിക്കണ്ണൻ്റെ വീടിൻ്റെ ഉള്ളിലെ കൊച്ചു മുറികൾക്കകത്തൂടെ എല്ലാം എന്നെ കൊണ്ടുപോയി കാണിച്ചു. ഓരോ മുറിയിലും ഉൾക്കാട്ടിലെ ചിത്രങ്ങൾ കണ്ണൻ എടുത്തിട്ടുള്ള പുറം ലോകത്തെ ഇത്തരം ചിത്രങ്ങൾ പുറം ലോകത്തിൽ വിട്ട് വലിയ ആൾ കളിക്കാനോ ഒന്നും കണ്ണൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കണ്ണൻ്റെ ആത്മാവ് ആ വീടിനകത്തെല്ലാം ഉണ്ടായിരുന്നു. കാട്ടിൻ്റെ അകത്തുനിന്ന് കിട്ടിയ അപൂർവങ്ങളായ ചിത്രങ്ങളെല്ലാം ഓരോ ഭിത്തിയിലും ഉണ്ടായിരുന്നു. അത് ജീവിതത്തിൽ അച്ഛൻ്റെ അതേ മനോഭാവത്തോടെ കാടിൻ്റെ കാവൽക്കാരനായിട്ടാണ് വിൽസനും ഇപ്പോൾ ജീവിക്കുന്നത്. കാടിനെ സ്വന്തം വീടായി കാണുകയും കാട്ടുകള്ളന്മാരിൽ നിന്നും കാടിനെ അതിൻ്റേതായ എല്ലാ നന്മയോടും വിശുദ്ധിയോടും കൂടി പരിപാലിച്ചു പോരുന്ന മറ്റൊരു അടുത്ത തലമുറ കണ്ണൻ്റെ മകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നേ ദിവസം കാടിൻ്റെ ഉള്ളിൽ മണ്ണോട് ചേർന്ന് ഉറങ്ങുന്ന പ്രിയപ്പെട്ട പെരിയാർ കാടിൻ്റെ കാവൽക്കാരനായിരിക്കുന്ന ഞാൻ ജീവിതത്തിൽ നേരിട്ട് പരിചയപ്പെടാൻ സാധിക്കാതിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാര, അങ്ങയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു.